വിശദമായ വാർത്തകളിലേക്കും റിപ്പോർട്ടുകളിലേക്കും കടക്കുന്നു. അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 22-ന് ഒരു പുതുയുഗ പിറവിയാണ് അയോധ്യയിൽ ഉണ്ടാവുക. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 22-ന് പ്രധാനമന്ത്രി തന്നെയാകും ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുക. റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാംപത്ത് തുടങ്ങുന്ന ലതാ മങ്കേഷ്കർ ചോക്ക് വരെ റോഡ് ഷോ നീണ്ടു. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है। इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. ജനുവരി 22-ന് എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി. രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുക. ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ. ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് കണ്ണെഴുതും. ഉച്ചയ്ക്ക് 12:29 ആരംഭിച്ച് 84 സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പ്രധാനമന്ത്രിയും RSS അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ 5 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിലുണ്ടാകൂ. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഇന്നിപ്പോൾ അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തിയ വലിയ റോഡ് ഷോ അത് ഒരു വലിയ രാഷ്ട്രീയ വിജയമായി, BJPയുടെ രാഷ്ട്രീയ വിജയമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിന് കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നില്ല. അതായത് അതൊരു രാഷ്ട്രീയ കാര്യമല്ല, അവിടേക്ക് ആർക്കും പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെ നേതാക്കൾ പോയിക്കൂടാ എന്ന് കൃത്യമായി പറയുന്നുമില്ല. അതിലൊരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അയോധ്യ വിഷയം ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുന്നു. അതിലെ തുടർ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ന്? ഒപ്പം തന്നെ കോൺഗ്രസ് ഇതെങ്ങനെ ചർച്ചയായി മാറുന്നുണ്ട്? സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞോ? പ്രജിൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം എന്ന് നൽകുന്ന സന്ദേശം തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി അയോധ്യയിൽ നടത്തിയ റോഡ് ഷോ. മാത്രമല്ല 16,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കെല്ലാം തന്നെ ഇന്നിപ്പോൾ അവിടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ഒരു രാഷ്ട്രീയ വിജയമാണ് അയോധ്യ എന്ന് നൽകുന്ന സന്ദേശം കൂടിയായിരുന്നു ഇന്നത്തെ റോഡ് ഷോ. അത്തരമൊരു കാഴ്ച തന്നെയാണ് ഇന്നത് മാറിയിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം അത് ആ ഒരു തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി അതിനെ പ്രചരണം നടത്തുകയും ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങളടക്കം അയോധ്യ ഒരു രാജ്യവ്യാപകമായി തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി കൊണ്ടുവന്ന് തന്നെ BJP തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെ ഭാരവാഹി യോഗത്തിലടക്കം അത്തരമൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെ അടക്കം ക്ഷണിക്കുമ്പോൾ പോലും കോൺഗ്രസ് ഇപ്പോഴും അതിലൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു വിഭാഗം PCC നിലപാട് സോണിയാഗാന്ധി പങ്കെടുക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തന്നെ വലിയ തരത്തിലൊരു തിരിച്ചടി, ന്യൂനപക്ഷ മേഖലയടക്കം തിരിച്ചടി നേരിടുമെന്നൊരു ആശങ്ക പല PCCകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ കോൺഗ്രസ് പാർട്ടി ഇതിലൊരു തീരുമാനമെടുത്തിട്ടില്ല. ഒരുപക്ഷെ സോണിയാഗാന്ധി പങ്കെടുക്കാൻ സാധ്യതയും ഏറെയാണ്. പക്ഷേ ഇതുവരെ അത്തരമൊരു തീരുമാനത്തിൽ കോൺഗ്രസ് കടന്നിട്ടില്ലെന്നത് മിക്ക പാർട്ടികളും വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സോണിയാഗാന്ധി പങ്കെടുത്താൽ ഒരുപക്ഷെ BJPയുടെ പരിപാടി എന്നതിൽ നിന്നും ഈ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനെ ഒരുപക്ഷെ അത്തരമൊരു രാഷ്ട്രീയ വിജയം എന്ന BJPയുടെ തന്ത്രത്തിനെ മറുപടി നൽകാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വളരെ കരുതലോടുകൂടി തന്നെ ഇന്ത്യ സഖ്യത്തിലടക്കം ഇത്തരം ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ കോൺഗ്രസിൽ ഒരു തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളടക്കം ഈ ഹൈക്കമാൻഡ് ഭാഗത്തും അത്തരം ചർച്ചകൾ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് നേതൃത്വ ഭാഗത്തും നടത്തേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് പ്രകാരമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ത്യ സഖ്യത്തിലടക്കം ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. മാത്രമല്ല നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം നൽകിയ ഒരു പ്രതികരണം അയോധ്യയിലേത് BJPയുടെ ഒരു റാലിയാണ്, ആ റാലിയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ശിവസേനയും മാത്രമല്ല CPM അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അടക്കം നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസിന്റെ നിലപാട് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ചർച്ചകൾ നടക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ
വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ശക്തമാക്കുക, കൂടാതെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പ്രചരണം നടത്തണമെന്നൊരു നിർദ്ദേശം BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്കടക്കം നൽകിയിട്ടുണ്ട്. അങ്ങനെ 2024 ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ അയോധ്യ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി ഭാരവാഹി യോഗത്തിലടക്കം അതൊരു സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതിന്റെ ഒരു തുടക്കം കുറിക്കൽ തന്നെയാണ് ഇന്ന് അയോധ്യയിൽ കണ്ടത്. അത്തരത്തിലൊരു റോഡ് ഷോ ആയിരുന്നു. മാത്രമല്ല പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രി അത്തരമൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് അയോധ്യയിലെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. പ്രജിൻ. ശരി നിതിൻ, എന്തായാലും അയോധ്യ വിഷയം തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പോലെ ഇതിൽ കോൺഗ്രസ് പങ്കെടുക്കണം, ഒപ്പം മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ അത് രാഷ്ട്രീയമായി തന്നെ ഗുണം ചെയ്യുകയുള്ളൂ എന്ന അഭിപ്രായം വരുന്നു. പക്ഷേ അതിലൊരു ഏക സ്വരത്തിലേക്ക്, ഏക തീരുമാനത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. മൃദു ഹിന്ദുത്വം പാടില്ലെന്ന KPCC എക്സിക്യൂട്ടീവിൽ ശക്തമായ നിലപാടുമായി മുൻ അധ്യക്ഷൻ VM സുധീരൻ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കരുത് എന്ന നിലപാട് ഹൈക്കമാൻഡിനെ KPCC അറിയിക്കണം. 2 വർഷമായി തന്നോട് നേതാക്കൾ കൂടിയാലോചന നടത്തുന്നില്ലെന്നും സുധീരൻ യോഗത്തെ അറിയിച്ചു. കോൺഗ്രസ് എന്നും മതേതരത്വത്തിനൊപ്പം വന്ന സുധീരന്റെ മറുപടിയുമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അയോധ്യ വിഷയത്തിൽ ഉറപ്പായും പാർട്ടി പ്രതികരിക്കുമെന്നും മറുപടി പറഞ്ഞു. ക്ഷണത്തിൽ പാർട്ടി ഉടൻ തീരുമാനമെടുക്കും. KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ആരും ഉന്നയിച്ചില്ലെന്നും ദീപദാസ് മുൻഷി പറഞ്ഞു. Our party has not responded on this point. As soon as the party will respond, definitely the party will respond. As soon as the call will be taken, it will be deliberately, not deliberately. You people are asking this, but yes, the answer will be given from the AICC headquarter press conference. പാർട്ടി കാര്യങ്ങൾ ആലോചിക്കാറില്ല എന്ന VM സുധീരന്റെ വിമർശനത്തിന് പരസ്യ മറുപടിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തി. സുധീരൻ പാർട്ടി യോഗത്തിൽ ഏറെ നാളിന് ശേഷം കയറി വന്നയാളാണ്. വീട്ടിൽ പോയി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞിരുന്നുവെന്നും K സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നോട് ഞാൻ ഇല്ല, പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാലാണ്. പാർട്ടി വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഇല്ലെന്നാ പറഞ്ഞു. സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ല. പ്രതികരിക്കാൻ മാത്രം ഞാൻ അതിന് വില കൽപ്പിക്കുന്നു. സലിം മാലിക് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സലിം, അയോധ്യ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്നത് ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവിൽ ചർച്ചയായി. അതിൽ സുധീരന്റെ നിലപാട് അത് 2 മണിക്കൂറോളം ചർച്ചയായി എന്നാണ് നേതാക്കൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതിൽ ദീപദാസ് മുൻഷി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയവുമാണ്. അതിൽ പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഉണ്ടായത് VM സുധീരന് നേരെയുള്ള വിമർശനവും മറുപടിയുമാണ്. അതിൽ ആദ്യം പറഞ്ഞൊരു കാര്യം പിന്നീട് തിരുത്തി പറയുന്നത് നമ്മൾ കണ്ടു. എന്താണെന്ന് KPCC എക്സിക്യൂട്ടീവിൽ നടന്നത്? പ്രജിൻ, ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യം VM സുധീരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അതിന് പിന്നാലെ അതിന് മറുപടി ആ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് നടന്നത് VM സുധീരനെതിരെ K സുധാകരൻ മുൻപെങ്ങുമില്ലാത്ത വിധം പരസ്യമായി ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. വലിയ വിമർശനം K സുധാകരൻ ഉന്നയിച്ചു. VM സുധീരൻ ഏറെ നാളുകൾക്ക് ശേഷം KPCC എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് കയറി വന്നയാളാണ് എന്നുള്ള ഒരു വലിയ വിമർശനം. മാത്രമല്ല താൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാൻ ശ്രമിച്ചിരുന്നു, അപ്പോഴൊക്കെ പാർട്ടി വിട്ടു എന്നാണ് പറഞ്ഞത് എന്നുള്ളതായിരുന്നു ആദ്യം സുധാകരൻ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് അത് തിരുത്തിയെങ്കിലും പാർട്ടി വിട്ടു എന്നല്ല, ഇനി സഹകരിക്കാനില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പോലും ആ വിമർശനങ്ങൾ അതേ നിലയിൽ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. അത് പ്രധാനമായും VM സുധീരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ ശേഷം പോയി. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്. മാത്രമല്ല സുധീരന്റെ അഭിപ്രായം മറുപടി പറയാൻ പോലും വില കൽപ്പിക്കുന്നില്ല താൻ എന്നുള്ളൊരു വലിയ വിമർശനം കൂടി നടത്തുന്നു. അങ്ങനെ VM സുധീരനും ഒപ്പം തന്നെ K സുധാകരനും തമ്മിലുള്ള ഒരു പോര് അത് മറന്നീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അയോധ്യ വിഷയത്തിലെ കോൺഗ്രസിന്റെ നിലപാട് KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും സുധീരൻ തന്നെയാണ് ആ നിലയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ് എന്നൊരു സംശയം പൊതുജനങ്ങൾക്കുള്ളിലുണ്ട്. അത് മാറ്റണമെങ്കിൽ ഈ അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുക്കണം എന്നുള്ളതായിരുന്നു സുധീരന്റെ വിമർശനം. അതിന് ദീപദാസ് മുൻഷി, AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന് ചുമതല കൂടിയുള്ള ദീപദാസ് മുൻഷി തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസിന് ഒരു മൃദുഹിന്ദുത്വവുമില്ല, തികഞ്ഞ മതേതര കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തീരുമാനം ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് അറിയിക്കും എന്നുള്ളതായിരുന്നു മറുപടി. അതിനുശേഷം ഈ സുധീരൻ ഉന്നയിച്ച വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെയും ആ നിലയിൽ തന്നെ കാണുന്നുവെന്നും 2 മണിക്കൂർ എങ്കിലും സുധീരൻ ഉന്നയിച്ച വിമർശനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്തു. പക്ഷേ അപ്പോഴേക്കും സുധീരൻ മടങ്ങിയിരുന്നു എന്നുള്ളതായിരുന്നു ദീപദാസ് മുൻഷി ആ വിഷയത്തിൽ പറഞ്ഞ മറുപടി. ശശി തരൂരും ആ നിലയിൽ തന്നെ
കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം ഉണ്ട് എന്നുള്ള നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു. നിരവധി ഹിന്ദു മതവിശ്വാസികളായ പാർട്ടി പ്രവർത്തകർ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വമെന്നോ മൃദു ഹിന്ദുത്വമെന്നോ ഉള്ളൊരു നിലപാടില്ല. പക്ഷേ മതേതര മുഖമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ളതായിരുന്നു ശശി തരൂരും ആവർത്തിച്ചു പറഞ്ഞ കാര്യം. എന്തായാലും കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് യോഗം അത് ഈ നിലയിൽ വാക്പോര് കൂടി കൊണ്ടാണ് ശ്രദ്ധേയമായത്. പ്രജിൻ, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. അയോധ്യയിൽ ആര് പോയാലും സമസ്തയുടെ വികാരം വ്രണപ്പെടില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോൺഗ്രസ് അയോധ്യയിൽ പോകരുത് എന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗവും ജിഫ്രി തങ്ങൾ പാടെ തള്ളി. സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതത്തിലാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണം സംബന്ധിച്ച കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖപ്രസംഗം തള്ളി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. മുഖപ്രസംഗം സമസ്ത നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയം സ്വീകരിക്കാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അയോധ്യയിൽ നിന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇന്ത്യ രാജ്യത്തിലെത്തി. അല്ല, കോൺഗ്രസിലല്ല, ആരെവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിന് ഒരു പ്രശ്നമില്ല. സമുദായത്തിലെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്നാണ് പൊതുവിലയിരുത്തൽ. അതിനാൽ സംസ്ഥയുടെ അതേ നിലപാടാണ് ലീഗും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെയാണ് സുപ്രഭാതം മുഖപ്രസംഗം കോൺഗ്രസിനെ സംശയ നിഴലിൽ നിർത്തിയത്. 24 കോഴിക്കോട്. പത്തനംതിട്ട മൈലപ്രയിൽ 73-കാരനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിന്റെ പിതാവ് ജോർജ് ഉണ്ണുണ്ണിയാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം. ശ്രീകുമാർ നൽകും പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീത്ത്, ഇത് ദുരൂഹത സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊലപാതകമെന്ന് ഏറെക്കുറെ ഈ പ്രാഥമിക കാര്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. എന്താണ് പോലീസ് നിന്ന് നമുക്ക് നൽകുന്ന വിവരങ്ങൾ? ഒപ്പം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് കുടുംബം അടക്കം സംശയിക്കുന്നുണ്ടോ? സംഭവം നടന്നിട്ട് ഏതാണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് ഇവിടുത്തെ നാട്ടുകാരും മാധ്യമങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഏതാണ്ട് അരമണിക്കൂർ നേരം പിന്നിടുന്നതേ ഉള്ളൂ. ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഉള്ളത്. ഇവിടെ പരിശോധിക്കാനായി എത്തിയ സമയത്ത് ആണ് ഈ ജോർജ് ഉണ്ണുണ്ണി എന്നയാൾ, 73 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തെ കൈകാലം കെട്ടി വായിലേക്ക് തുണി തിരികിയ രീതിയിൽ ഇവിടെ കണ്ടത്. അപ്പോൾ തന്നെ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. പോലീസിനെ ആ സമയം തന്നെ വിവരം അറിയിച്ചു. ഇതായപ്പോൾ പത്തനംതിട്ട SP വി അജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം, അദ്ദേഹമാണ് ആ ദൃശ്യങ്ങളിൽ പരിശോധിക്കുന്നത്, ടർച്ചടിച്ച് ആ മേഖലയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജോർജ് ഉണ്ണുണ്ണിയുടെ തന്നെ കടയാണ്. ഇദ്ദേഹമാണ് വർഷങ്ങളായി ഈ പ്രദേശത്ത് വ്യാപാരം നടത്തുന്ന ഒരാളാണ്, വ്യാപാരിയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അതെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാരൊരു പ്രതികരണം. ചേട്ടാ, ഇദ്ദേഹം കുറേ കാലമായി കട? വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം കടയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും ആളുകൾ വരുന്ന ഒരു പ്രദേശമല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്ന് പറഞ്ഞാൽ മെയിൻ റോഡല്ലേ ഇത്. മെയിൻ റോഡാകുമ്പോൾ മിക്ക ആൾക്കാർ പോകുന്നുണ്ട്. ചായ കുടിക്കാനും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. പുള്ളി എപ്പോഴും ഇവിടെ ഉണ്ട്. രാവിലെ എന്നും ഒരു 8 മണിയാകുമ്പോൾ വന്ന് കട തുറക്കുന്നു. അല്ല, ഇതിപ്പോൾ 2 മണിയോടുകൂടി പുള്ളി കണ്ടിട്ടുണ്ടോ ആളുകൾ ഇവിടെ? പ്രദേശത്തെ ആളുകളെ, പുറത്ത് ആളുകൾ കണ്ടിട്ട്? എനിക്കറിയത്തില്ല, പക്ഷേ പുള്ളി അങ്ങും പോകത്തില്ല. രാവിലെ വന്നാൽ വൈകിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. എപ്പോഴാണ് സംഭവം അറിയുന്നത്? 1 മണിക്കൂറായെന്നാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങനെ വല്ല ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ശത്രുത എന്നൊന്നും പറയാൻ നമുക്ക് അതേ പറ്റിയൊന്നും അറിയത്തില്ല. കാരണം മെയിൻ റോഡ് സൈഡിലിരിക്കുന്നത്, ഇവിടെ ഒത്തിരി പേരാണ് വന്നു പോകുന്നത്. അവർ കൂടുതലും വന്നു പോകുന്നത് വെള്ളം കുടിക്കാനും സാധനം വാങ്ങിക്കാനും ഇവിടുന്ന് ഒക്കെ ഉള്ളവർ സാധനം വാങ്ങിക്കാനൊക്കെ വരുന്നുണ്ട്. അല്ലാതെ ഇവിടെ അങ്ങനെ ആരും വന്ന് കയറി ഇരുന്ന്. 2 മക്കളാണല്ലേ? 2 മക്കൾ. മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ഷാജി ഒരു മകനാണ്. അതെ, ഇപ്പോഴത്തെ ചാർജുള്ള സെക്രട്ടറി. ഇപ്പോൾ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ചാർജുള്ള സെക്രട്ടറി ഷാജിയാണ് ഒരു മകൻ. മറ്റൊരു മകൻ ഇപ്പോൾ ഉള്ളത് നാട്ടിലുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി പോലീസിന്റെ ഭാഗമായുള്ള ഒരു പരിശോധനാ മേഖലയിൽ നടക്കുന്നുണ്ട്. മൃതദേഹം ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇതിനകത്ത് തന്നെയാണ് മൃതദേഹം ഉള്ളത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രദേശത്ത് CCTVകളൊക്കെ ഒരു മേഖലയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കൊലപാതകമാണെങ്കിൽ സ്വാഭാവികമായി അറിയാനുള്ള മാർഗങ്ങൾ നിരവധിയാണ്. നിരവധി CCTVകളൊക്കെ ഈ പ്രദേശത്തുണ്ട്. അത്തരത്തിലാണെങ്കിൽ പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രധാനപ്പെട്ട പാതയാണ്. ശബരിമലയിലേക്കൊക്കെ നിരവധി തീർത്ഥാടകർ കടന്നു പോകുന്ന റാന്നിയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്നത് തന്നെയാണ്.
ശരി ശ്രീധരൻ, മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിന്റെ പിതാവാണ് ജോർജ് ഉണ്ണുണ്ണിയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം കടയ്ക്കുള്ളിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ. ഇപ്പോൾ പോലീസിന്റെ പരിശോധന അവിടെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് LDF നേതൃത്വത്തിന് കത്ത് നൽകി. മന്ത്രിസ്ഥാനം വച്ചുമാറാനുള്ള NCPയിലെ ധാരണ പാലിക്കാൻ ഇടപെടണമെന്നാണ് കത്തിലെ ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കത്ത് നൽകും. മന്ത്രി AK ശശീന്ദ്രനാണ് NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത്. വെച്ചുമാറാൻ ധാരണയുണ്ടെന്ന അവകാശവാദവുമായി തോമസ് കെ തോമസ് പലതവണ രംഗത്ത് വന്നെങ്കിലും ദേശീയ നേതൃത്വം കൈവിട്ടു. ഇതോടെയാണ് LDF നേതൃത്വത്തെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിലെത്തിയാണ് കൺവീനർ EP ജയരാജന് കത്ത് നൽകിയത്. മന്ത്രിസ്ഥാനം തുല്യമായി വീതം വെക്കണമെന്ന NCPയിലുണ്ടായ ധാരണ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 MLAമാർക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് ശരത് പവാർ നിർദ്ദേശിച്ചത്. ഈ ധാരണയെപ്പറ്റി PC ചാക്കോയ്ക്കും അറിവുള്ളതാണ്. ഇനി മുഖ്യമന്ത്രിക്ക് കൂടി കത്ത് നൽകുമെന്ന് തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ നേരത്തെ എടുത്തൊരു തീരുമാനമുണ്ട് പാർട്ടിയായിട്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതനുസരിച്ചുള്ള ലെറ്റർ EP ജയരാജന് കൊടുത്തിട്ടുണ്ട്. ഇല്ല, കത്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള ടൈം അടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും. കാരണം പിന്നെ സംശയമില്ല, കൊടുക്കണമല്ലോ. കാരണം ഇത് ഒരു മുഖ്യമന്ത്രി ആണല്ലോ തീരുമാനിക്കാൻ. ശരത് പവാർ തീരുമാനം അറിയിച്ചാൽ മാത്രമായിരിക്കും LDF ഈ ആവശ്യം പരിശോധിക്കുക. എന്നാൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിലപാട്. 24 ആലപ്പുഴ. ഇനി ശരണം സന്നിധാനം. മകരവിളക്കുത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നട തുറന്നു. പിന്നീട് ആഴിയിൽ അഗ്നി പകർന്നു. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും നല്ല തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജനുവരി 15-നാണ് മകരവിളക്ക്. 12-ന് എരുമേലിപ്പേട്ടതുള്ളൽ നടക്കും. 13-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പിഴവുകൾ പരിഹരിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ദേവസ്വം ബോർഡും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് വ്യക്തമായിട്ടുള്ള ബ്രീഫിംഗ് എന്തൊക്കെ ചെയ്യേണ്ടതാണ്, എങ്ങനെ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ഉണ്ടാക്കണം, എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അവരവരെ പോയിന്റ് ഡ്യൂട്ടിയെ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഓഫീസേഴ്സ് അവരവരെ ജോലി സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ വിന്യസിച്ചു. ഇവിടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ടാകും. 24 പത്തനംതിട്ട. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് കർശന നടപടികളുമായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ 1000-ലേറെ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ അറിയിച്ചു. നാളെ വൈകിട്ട് 3 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതം അനുവദിക്കില്ല. ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും A. അക്ബർ പറയുന്നു. മാനവീയം വീഥിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. താമരശ്ശേരി ചുരത്തിലും പുതുവത്സരാഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ചുരത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുവാദമില്ല. ഞായറാഴ്ച വൈകിട്ട് മുതൽ ചുരത്തിൽ കൂടുതൽ പോലീസ് ഉണ്ടാകും. തിരൂരിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയമലംഘനം നടത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുക്കും. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അനുവദിക്കില്ല. തട്ടുകടകൾ, ബാറുകൾ, ഹോട്ടലുകൾ എന്നിവ നേരത്തെ അടയ്ക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ കൊച്ചിയിൽ ചെയ്ത ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അജീഷ്, പുതുവത്സരാഘോഷത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മതിയായ കാരണങ്ങളുണ്ട് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഫോർട്ട് കൊച്ചിയിലെയും പുതുവത്സര ഒരുക്കങ്ങൾ? ഈ ഫോർട്ട് കൊച്ചിയിലെ ഇത്തരം നിയന്ത്രണങ്ങളിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുമുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ തീ കത്തിക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിന് മുൻവശമാണ്. ഇവിടെയാണ് പാപ്പാഞ്ഞിയെ തീ കൊളുത്തുന്നത്. ഇവിടെ പാപ്പാഞ്ഞിയുടെ രൂപം ഒരുക്കുന്നതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇത് നാളെ രാത്രി പുതുവത്സരം പിറക്കുന്ന സമയത്താണ് പാപ്പാഞ്ഞിയെ തീ കത്തിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരേഡ് ഗ്രൗണ്ടിന് ചുറ്റും, ദീപാലങ്കൃതമായ പരേഡ് ഗ്രൗണ്ടിന് ചുറ്റും വലിയ ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ ഉണ്ട്. നാളെ ഇതിന് 3 ഇരട്ടി ആളുകൾ വരുമെന്ന് ഏകദേശം
പോലീസ് പ്രതീക്ഷിക്കുന്ന ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഏകദേശം 5 ലക്ഷം ആളുകൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു പുതുവത്സരം ആഘോഷിക്കാൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അത് ഒഴിവാക്കാൻ വേണ്ടി, ആഘോഷം അതിരുവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000-ലധികം പോലീസുകാർ സുരക്ഷാ കവചം ഒരുക്കും. പോലീസുകാരുടെ നയിക്കുന്നത് 13 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. CIമാരും സബ് ഇൻസ്പെക്ടർമാരടക്കം വലിയ പോലീസ് വിന്യാസം തന്നെ ഫോർട്ട് കൊച്ചിയിലുണ്ടാവും. കൂടാതെ തന്നെ ഈ പരേഡ് ഗ്രൗണ്ടിൽ പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന പാപ്പാഞ്ഞിയെ തീ കൊളുത്തുന്ന പരേഡ് ഗ്രൗണ്ടിൽ 40,000 പേർക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് ബാരിക്കേഡ് വെച്ച്, അത് ബന്ദോബസ്ത് വെച്ച് അവരെ തടയും. എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശനം വൈകിട്ട് 3 വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് മുമ്പ് തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലെല്ലാം ബാരിക്കേഡ് വെച്ച് പോലീസ് തടയും. റോറോ സർവീസ് വൈകിട്ട് 7 മണി വരെ മാത്രമേ ഉണ്ടാവൂ. അതും 4 മണി വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. 12 മണിക്ക് പാപ്പാഞ്ഞിയെ തീ കൊളുത്തി കഴിഞ്ഞാലും ആഘോഷ പരിപാടികൾ ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കില്ല. 1 മണിക്കൂറുകൾ കൂടി നീട്ടി ചെറിയ കലാപരിപാടികൾ കൂടെ ഉണ്ടാവും. കാരണം പെട്ടെന്ന് ആളുകൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ആളുകളെ മെല്ലെ പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ വനിതകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുവാനായി നിരവധി വനിതാ പോലീസുകാരെ മഫ്തിയിലും നിയോഗിച്ചിട്ടുണ്ട്. ശരി അജീഷ്, എന്തായാലും ആ രീതിയിൽ സുരക്ഷ കർശനമാക്കുന്നുണ്ട്. ആഘോഷം അതിർവിടാതെ നോക്കുക എന്നതും അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷാ സന്നാഹം കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.